ഒരു തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കട്ടിടുക. 2 പീസ് തുണികൾ എടുക്കുക. ഒന്ന് വലിയ പീസ്, ഒന്ന് ചെറിയ പീസ്. ലെഫ്റ്റ് സൈഡിലും വലിയ പീസ് റൈറ്റ് സൈഡിലായിട്ട് കൊടുക്കാം. അതിനു വേണ്ടി ആദ്യം ചെറിയൊരു പീസിനെ ലെഫ്റ്റ് സൈഡിലേക്ക് മേലെ നിന്ന് കുറച്ച് കയറ്റി വെച്ചിട്ട് മേലെ നിന്ന് ഒന്ന് മടക്കി കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് വീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാം. ഈ ഓപ്പൺ ആക്കിയതിൻ്റെ കുറച്ച് താഴെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുക സ്റ്റിച്ചിങ്. ഈ ത്രെഡ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ തുണീനെ ഇങ്ങനെ വെച്ചിട്ട് നിവർത്തി വെച്ചിട്ട് ഈ തെമ്പത്തായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്തടിക്കുക. ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇവിടെ കുറച്ച് മടക്കി വെച്ചിട്ട് നമ്മളിതിനെ ഈ തമ്പത്തായിട്ട് ഇതിൻ്റെ മടക്കിൻ്റെ ഈ തമ്പത്തായിട്ട് അടിച്ചെടുക്കുക. അടുത്തത് വലിയ ഭാഗം, വലിയ പീസ് എടുത്തിട്ട് ഇവിടെ വെക്കുക. അതുപോലെ തന്നെ 1/4 ഇഞ്ച് വെച്ചിട്ട് അടിച്ചെടുക്കുക. ഈ സൈഡ് നമ്മൾ പതിച്ചടിച്ചിട്ടുണ്ടായിരുന്നു, ഈ സൈഡിന് പതിച്ചടിക്കണ്ട. അങ്ങനെ ഇങ്ങനെ വെച്ച് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അടിക്കുക. രണ്ട് സൈഡ് നമ്മൾ അടിച്ചതിന് ശേഷം നമ്മൾ ഈ തുണി ഇങ്ങനെ വെച്ചിട്ട് ഈ 2 സൈഡും അടിച്ചതിന് ശേഷം തുണിയെ സ്ട്രൈറ്റായിട്ട് ഒരുമിച്ച് വെച്ചതിന് ശേഷം ഈ 2 ഭാഗം കൂടി ഓപ്പൺ ആയിട്ട് ഇങ്ങനെ അടിക്കുക. ഇത് ബാക്ക് സൈഡ്. ഇനി ഫ്രണ്ട് സൈഡ് എടുക്കുക. ക്രോസ് പീസുകൾ
ഇത് രണ്ടും ക്രോസ് പീസ്. അതിനെ രണ്ടിനെയും ഓപ്പോസിറ്റ് സൈഡിൽ, ഈ കോണും ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിട്ട് അടിക്കുക. ക്രോസ് പീസിൻ്റെ ഒരറ്റം ഇവിടെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് രീതിയിൽ എടുക്കുക. ഇതിനനുസരിച്ചിട്ട് റൗണ്ടാക്കിയിട്ട് അടിച്ചെടുക്കണം. ഉള്ളിലേക്ക് വെച്ചിട്ട് അത് തമ്പത്ത് തുണീനെ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ മടക്കി കൊടുക്കുന്നു. കുറച്ച് വീതിക്കാണ് നമ്മൾ എടുക്കുന്നത്, തീരെ പൈപ്പിംഗ് ആയിട്ടല്ല. എന്നിട്ട് ഈ തമ്പത്ത് വെച്ചിട്ട് തമ്മിൽ നല്ല വശവും വെച്ച് കൂട്ടിയടിക്കുക. ഇതിൻ്റെ അകത്ത് ചെറിയൊരു പീസ് കൈവെട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഇവിടെ വെച്ചിട്ട് ഈ സെൻട്രൽ പോയിന്റിൽ വെച്ചിട്ട്, ഇതിൻ്റെ സെൻട്രൽ പോയിന്റിൽ വെച്ചിട്ട് ഇത് ഇവിടെ ഒരു കുത്ത് കൊടുക്കുക. എന്നിട്ട് തുണീനെ ഒരുമിച്ച് വെച്ചിട്ട് ഓരോ പീസായിട്ട് ജോയിൻ ചെയ്ത് വെക്കുക. കറക്റ്റായിട്ട് ഒരുമിച്ച് വെക്കുക. ഒരു അരയിഞ്ച് വിട്ടിട്ട് സെൻറ്ററിൽ കുത്തുക. ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് അവസാന ഭാഗത്തിന് ഒന്ന് ലോക്ക് ചെയ്ത് നമ്മൾ അളവിന് വേണ്ടി ഇവിടെ ഒരു കട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം തുണി വെട്ടുമ്പോൾ ഇവിടെ ഒരു കട്ടിട്ടിന് ഇവിടെ ഒരു കട്ടിട്ടുണ്ടായിരുന്നു. ആ കട്ടിലേക്ക് രണ്ട് ക്ലോത്തും ഒരുമിച്ച്, രണ്ട് സൈഡിലെ ക്ലോത്തും ഒരുമിച്ച് വെച്ചിട്ട് ആ രണ്ട് കട്ടിങ്ങും കറക്റ്റാക്കി വരുന്ന വിധത്തിൽ ഇവിടെയുള്ള കട്ടിങ്ങും ഒരുമിച്ച് വരുന്ന വിധത്തിൽ. കുട്ടികളെ കൈ അതിനെ കൊണ്ട് അളവെടുക്കുന്നില്ല, കുറച്ച് ലൂസായി നിന്നാലും കുഴപ്പമില്ല. ഇവിടെ വരുന്ന അളവെടുത്തതിന് ശേഷം വേണം വലിയ ആളെ കയ്യിൽ സ്റ്റിച്ച് ചെയ്യാൻ. ഇതിപ്പോൾ അതിൽ നിന്ന് നമ്മൾ ബോഡി ഷേപ്പിൽ 6.5 6ലേക്ക്
ആറായിട്ടാണ് ബോഡി ഷേപ്പ്. 2 അടി അടിച്ചു കൊടുക്കുക. ഇവിടെ ഒരു ലോക്ക് ഇട്ട് കൊടുക്കുക. ഫ്രണ്ട് തുടങ്ങുന്ന ഭാഗത്തും അവസാനിക്കുന്ന ഭാഗത്തും ലോക്ക്. നമ്മൾ തയ്ച്ചു വെച്ചിരിക്കുന്ന ഈ ഭാഗവും ഈ 2 ക്ലോത്തും തമ്മിൽ, താഴത്തേക്കുള്ള ഈ 2 ക്ലോത്തും തമ്മിൽ ജോയിൻ ചെയ്തടിക്കുക. അതടിക്കുമ്പോൾ വീഡിയോ കണ്ടു. ഈ 2 വശം ഒരുമിച്ച് വെക്കുക. ഒരു അര ഇഞ്ച് വ്യത്യാസത്തിൽ സൂചി കുത്തി വെക്കുക. തുണീനെ 2 തുണീനെ ഒരുമിച്ച് ജോയിൻ ചെയ്യുക. കുറച്ച് ഭാഗം പ്ലെയിനായിട്ട് ഫസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക, കെട്ടിടുക. എന്നിട്ട് കുറച്ച് ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചതിന് ശേഷം നമ്മൾ കട്ടിട്ട വശയില്ലേ, ഈ 2 കട്ടും തമ്മിൽ ജോയിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത്ര പീസ് നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട് ഇവിടുന്ന്. ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ 2 ക്ലോത്ത് ഒരുമിച്ച് വെക്കുമ്പോൾ ഇത്ര ഭാഗം നമുക്ക് ജാസ്തിയായിട്ട് വരുന്നുണ്ട്. അതിന് നമ്മൾ ഇവിടെ 2 3 ഫ്രില്ലിട്ട് കൊടുക്കും. ഒന്ന് ഇങ്ങനെ മടക്കും. ഫ്രില്ലിടുക എന്ന് വെച്ചാൽ ഈ ക്ലോത്തിനെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ മടക്കുക. വെച്ചിട്ട് മടക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എളുപ്പം. ഈ 2 ജോയിൻ ചെയ്ത ഭാഗത്തുനിന്ന് ഇവിടുന്ന് ഫസ്റ്റ് ഈ 2 ഇത് ക്ലോത്ത് ഒരുമിച്ചായിരിക്കണേ. 1 2 3 ഫ്രില്ലിടേണ്ട, 3 ഇതിടേണ്ട ഭാഗമുണ്ടാവും. 3 ചുരുക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഒരുമിച്ച് വെച്ചിട്ടായി അവിടെ സൂചി കുത്തി വെച്ചിട്ട് ഇവിടുന്ന് 2 3 ഫ്രില്ല് കൊടുക്കുക. എന്നിട്ട് ഈ കട്ട് യോജിക്കുന്നത് വരെ ഈ അടിവശത്തെ കുറച്ച് തുണി ക്ലോത്തില്ലേ, അതൊന്ന് താഴോട്ടേക്ക് മടക്കി കൊടുത്തേക്കാം. തയ്യൽ തുമ്പ് അടിവശത്തെ തയ്യൽ തുമ്പ് കുറച്ചൊന്ന് താഴോട്ടേക്ക് മാറ്റി കൊടുത്തിട്ട് അടിച്ചെടുത്ത ഫ്രോക്കാണിത്.